Hi friends, welcome back to our channel Physics Tutorial. ഇന്നത്തെ വീഡിയോ +1 ഫിസിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പാർട്ട് 7 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മാർച്ച് 2020 അതുപോലെ തന്നെ 2021 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. ഒന്ന് 2021 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 2022 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അപ്പോൾ അതിൽ ഡിലീറ്റഡ് പോർഷൻ ഒഴികെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോസ്, അതിന് മുമ്പത്തെ 7 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് നോക്കുന്നത് സെപ്റ്റംബർ 2021 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ, ദെൻ 2 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, ദെൻ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത്രയാണ്. അപ്പോൾ ടോട്ടൽ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷനിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ. അതായത് മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ യൂസ് ചെയ്യുന്ന ടേം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് 1 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടേംസിൻ്റെയും വളരെ കുറച്ച് ടേംസാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. 9 ടേംസ് ആണുള്ളതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലുള്ള ടേംസും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എന്താണ് മാസിൻ്റെ അനലോഗ് ആയിട്ടുള്ളത് ഏതാണ്? വളരെ ഈസിയാണ് അല്ലേ. യെസ്, ദാറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബാക്കി ടേംസ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഫസ്റ്റ് വണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ് ലീനിയർ മോഷനിലുള്ളതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടേം ഏതാണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. അതുപോലെ വെലോസിറ്റി വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. ദെൻ ആംഗുലാർ വെലോസിറ്റി എന്താണ്? ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. Then acceleration a is equal to dv by dt and angular acceleration alpha is equal to d omega by dt ആണ്. മാസ് m, അതിൻ്റെ കറസ്പോണ്ടിങ് ടേം ഏതാണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I. ദെൻ ഫോഴ്സ് F ആണ്. F is equal to ma ആണ്. ടോർക്ക് എങ്ങനെ എഴുതാം? ടോ is equal to I ആൽഫ എന്നുള്ളതാണ്. വർക്ക് dw is equal to f ds ആണ്. ദെൻ വർക്ക് ടോ d തീറ്റ ആണ്. w is equal to ടോ തീറ്റ എന്നുള്ളതാണ്. ദെൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ദെൻ കൈനറ്റിക് എനർജി ഇൻ റൊട്ടേഷണൽ മോഷൻ ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഓർ ഐ ഒമേഗ സ്ക്വയർ ബൈ 2 എന്നും പറയാം. ദെൻ പവറിനെ എങ്ങനെ എഴുതാം? പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? പവർ പി ഈസ് ഈക്വൽ ടു എഫിന് പകരം ടോ എന്ന് വരും, വിക്ക് പകരം ഒമേഗ. അപ്പോൾ ടോ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. അതുപോലെ ലീനിയർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം വി എന്നുള്ളതാണ്. ഇവിടെ ആംഗുലർ മൊമെൻ്റ് ആണ്. ദാറ്റ് ഈസ് എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ ഇത്രയും ടേംസ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഷുവറായിട്ടും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സ് വിട്ടു പോകരുത്. നെക്സ്റ്റ് വൺ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെപ്റ്റംബർ 2021 ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി. റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. അപ്പോൾ എന്താണ് കണ്ടത്? ആംഗുലാർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യണം. ഓൾസോ വി ഹാവ് ടു റൈറ്റ് ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് എഴുതണം. സോ ടോട്ടൽ 3 മാർക്ക് വി ആർ ഗെറ്റിംഗ് ഫോർ ദാറ്റ്. ഹൗ വി ക്യാൻ ആൻസർ? വാട്ട് ഈസ് ആംഗുലാർ വെലോസിറ്റി? ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓർ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് എന്ത്? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. So we can write it as angular velocity is the rate of change of angular displacement. Angular velocity omega എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി എന്താണ്? വി ആണ് ലീനിയർ വെലോസിറ്റി, ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാം, ഓർ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, so this is the relation connecting angular velocity and linear velocity, that is v is equal to omega cross r. Now we can move to the next question. അടുത്ത ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. So the question is what are the factors on which the moment of inertia of a rigid body depends? അതായത് ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. റിജിഡ് ബോഡിയുടെ കേസിൽ I is equal to mr സ്ക്വയർ ആണ്.
അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ പറയാം ഏതൊക്കെ ടേംസിനെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ്സ്. ദാറ്റ് ഈസ് മാസ്, ദെൻ ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് മാസ്, ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. അങ്ങനെ സെപ്റ്റംബർ 2021 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 2 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും. നമുക്ക് ഫസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ദ ആംഗുലർ സ്പീഡ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ചേഞ്ചസ് ഫ്രം ω1 to ω2 without applying an external torque but due to changing moment of inertia. Find the ratio of radii of gyration in the 2 cases. ക്വസ്റ്റിൽ എന്താ തന്നിട്ടുള്ളത്, ആംഗുലർ സ്പീഡ്, ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ആംഗുലർ സ്പീഡ് ω1 നിന്ന് ω2 ചേഞ്ച് ചെയ്യുന്നത്. അവിടെ നമ്മൾ എക്സ്റ്റേണൽ ടോർക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, പക്ഷേ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ച് ഇൻ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാരണമാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് ω1 to ω2 ചേഞ്ച് ചെയ്യുന്നത് ആംഗുലർ സ്പീഡ്. ദെൻ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്, റേഷ്യോ ഓഫ് റേഡി ഓഫ് ഗൈറേഷൻ ഇൻ ദ 2 കേസസ് ആണ്. അപ്പോൾ 2 കേസസിൽ ഉണ്ടാകുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. നമുക്കിവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണ് അല്ലേ, കെ ഈസ് ഈക്വൽ ടു √I/m ആണ്. അതുപോലെ തന്നെ I ഈസ് ഈക്വൽ ടു mk² എന്ന് പറയുന്ന ഇക്വേഷൻ നിന്നാണ് നമുക്ക് കെയുടെ ഇക്വേഷൻ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ റേഷ്യോ കാണാൻ പോകുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം I1 ω1 ഈസ് ഈക്വൽ ടു I2 ω2 ആണ്. കാരണം I ω എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ I1 ω1 ഈസ് ഈക്വൽ ടു I2 ω2 എന്ന് എഴുതാം. ഇനി I1 പകരം mk1² എന്ന് കൊടുക്കാം. അതായത് I ഈസ് ഈക്വൽ ടു mk² ആണ്. അപ്പോൾ അതുകൊണ്ട് I1 പകരം നമുക്ക് mk1² എന്നും I2 പകരം mk2² എന്നും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും ഇക്വേഷൻ, I1 സ്ഥാനത്ത് mk1² ഇൻറ്റു ω1 ഈസ് ഈക്വൽ ടു mk2² ഇൻറ്റു ω2 എന്ന് കിട്ടും അല്ലേ. അതിലെ എമ്മും എമ്മും ക്യാൻസൽ ചെയ്താൽ k1² കിട്ടുമല്ലോ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ω2 ബൈ ω1. അപ്പോൾ നമുക്ക് k1/k2 എങ്ങനെ കാണാം, k1/k2 ഈസ് ഈക്വൽ ടു √of ω2 ബൈ ω1. അപ്പോൾ അതാണ് അവയുടെ റേഷ്യോ, അതായത് k1/k2 ഈസ് ഈക്വൽ ടു √of ω2 ബൈ ω1. അപ്പോൾ ഇവിടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് ആണ് അപ്ലൈ ചെയ്തത്. അതുപോലെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു mk² എന്നുള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ k1/k2 ഈസ് ഈക്വൽ ടു √of ω2 ബൈ ω1 എന്ന് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. Now we can move to the last question of this video. The question is, it is a 4-mark question, and the question is, tau is the torque and L is the angular momentum of rotating rigid body. Show that tau is equal to dL/dt. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് tau is equal to dL/dt എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്, ആ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് tau is equal to dL/dt എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് എ ഡേ വെൻ എർത്ത് ഷ്രിങ്സ് ടു 1/8 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. ദാറ്റ് ഈസ് എർത്ത് അതിൻ്റെ വോളിയത്തിൻ്റെ 1/8 ആയിട്ട് ചുരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡ്യൂറേഷൻ ഓഫ് എ ഡേ വെൻ എർത്ത് ഷ്രിങ്സ് ടു 1/8 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. അതായത് ഇപ്പോഴുള്ള വോളിയത്തിൻ്റെ 1/8 ആയിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ, എർത്തിൻ്റെ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം എത്ര സമയമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? നൗ വി ക്യാൻ ആൻസർ. അതായത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ കൊണ്ടാണ് അല്ലേ. L is equal to R cross P എന്നുള്ള ഇക്വേഷനാണ്. വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. അതായത് L is equal to R cross P യെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, dL/dt is equal to d/dt of R cross P എന്ന് കിട്ടും. ഇനി d/dt of uv നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറ്, u ഇൻറ്റു dv/dt പ്ലസ് v ഇൻറ്റു du/dt എന്നല്ലേ ചെയ്യാറ്. സോ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി മാറും, d/dt of R cross P എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഏതാണ്, R, ദെൻ R ക്രോസ് സെക്കൻഡ് ടേമിൻ്റെ ഡിഫറൻഷ്യൽ dp/dt പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻഷ്യൽ ഇൻറ്റു സെക്കൻഡ് ടേം. അപ്പോൾ എന്ത് വരും,
ഡി ആർ ബൈ ഡി ടി ക്രോസ് പി എന്ന് വരും. സോ ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് അല്ലേ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സോ ഡി പി ബൈ ഡി ടിക്ക് പകരം എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഈ രണ്ട് ടേംസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ആർ ക്രോസ് ഡി പി ബൈ ഡി ടിക്ക് പകരം എഫ് എന്ന് എഴുതി പ്ലസ് ഡി ആർ ബൈ ഡി ടി വെലോസിറ്റി ആണ്. സോ വി ഇൻ ക്രോസ് പി എന്ന് എഴുതാം അല്ലേ? സോ ആർ ക്രോസ് എഫ് പ്ലസ് വി ക്രോസ് പി എന്ന് കിട്ടി. ഇനി പി എന്ന് പറയുന്നത് മൊമെൻ്റ് അല്ലേ, ലീനിയർ മൊമെൻറ്റം. അതിന് പകരം നമുക്ക് എം ഇൻറ്റു വി എന്ന് കൊടുക്കാമല്ലോ. സോ വാട്ട് വി ക്യാൻ റൈറ്റ് ഹിയർ ആർ ക്രോസ് എഫ് പ്ലസ് വി ക്രോസ് എം വി എന്ന് വരും. ഇനി വി ക്രോസ് വി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 0 അല്ലേ? സോ സെക്കൻഡ് ടേം എന്തായി പോവും? 0 ആയിട്ട് മാറും, ബിക്കോസ് വി ക്രോസ് വി ഈസ് 0. ദെൻ ഡി എൽ ബൈ ഡി ടി എന്തിന് ഈക്വൽ ആണ്? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് പ്ലസ് 0 ആണ്. സോ ദാറ്റ് ഈസ് ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അതേപോലെ ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ടോർക്കിന് ഈക്വൽ ആണ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. സോ ദാറ്റ് ഈസ് അവർ പ്രൂഫ്. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ അല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? സോ ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റിനിൽ നമ്മൾ കാണാനുള്ളത് എന്താണ്? എർത്ത് അതിൻ്റെ ഇപ്പോഴുള്ള വോളിയത്തിൻ്റെ 1/8 ആയിട്ട് ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചുരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള 24 മണിക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായി മാറും എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്നുള്ള കൺസെപ്റ്റാണ്. അതായത് എർത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി എങ്ങനെയാണ് ആംഗുലർ മൊമെൻറ്റം കാണാം? L is equal to I omega അല്ലേ? ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി I എന്ന് പറയുന്നത് അവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്, ഒമേഗ ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I എന്ന് പറയുന്നത് എങ്ങനെ കാണാം? എർത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. എർത്ത് ഒരു സോളിഡ് സ്ഫിയർ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തിന് ഈക്വൽ ആയിരിക്കും? 2/5 mr² ഈക്വൽ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സം റെഗുലർ ഷേപ്ഡ് ബോഡീസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം ഒരു സോളിഡ് സ്ഫിയറിൻ്റെ കേസിലുണ്ടാവുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I is equal to 2/5 mr² ആണ് എന്നുള്ളത്. അതേപോലെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π/t ആണ്. ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? I omega is equal to a constant ആണ്. അപ്പോൾ ഐക്ക് പകരം 2/5 mr² ഇൻറ്റു ഒമേഗ 2π/t ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടി എന്ന് പറയുന്ന ടൈം പീരീഡ് എന്തിന് പ്രൊപ്പോർഷണലാണ്? r² പ്രൊപ്പോർഷണലാണ് എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ആക്കി മാറ്റാം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് T1 is equal to k ഇൻറ്റു r1² ആണ്. അതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് വോളിയം 1/8 ഓഫ് ഫസ്റ്റ് വോളിയമായി മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻ എന്ത് മാറ്റം വരും നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, V2 എന്ന് പറയുന്നത് അപ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കും? V1 ആണ് ഇനീഷ്യൽ വോളിയം എന്നുണ്ടെങ്കിൽ V1ൻ്റെ 1/8 ആയിരിക്കുമല്ലോ V2. അപ്പോൾ അതൊന്ന് എഴുതാം. V2 is equal to 1/8 V1 എന്നുള്ളത് എഴുതാം. അടുത്തത് നമ്മൾ V2വിനും V1നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ എർത്താണ് അല്ലേ? അതേപോലെ തന്നെ V1 എന്ന് പറയുന്നതും ഇനീഷ്യലി ഉണ്ടായിരുന്ന വോളിയാണ്. ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. അപ്പോൾ എർത്തിൻ്റെ വോളിയം എങ്ങനെ കാണാൻ പറ്റും? 4/3 πr³ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ V2 ആകുമ്പോൾ എങ്ങനെ എഴുതാം? അവിടെ ഉണ്ടാകുന്ന റേഡിയസ് R2 ആണ് അല്ലേ? സോ 4/3 πr² വിൽ ബി ഈക്വൽ ടു 1/8 ഇൻറ്റു എന്താണ് ഫസ്റ്റ് ഉണ്ടായിരുന്ന വോളിയം, അതായത് 4/3 π ഇൻറ്റു r1³ ഇൻറ്റു 1/8 എന്ന് എഴുതാം. ഓക്കെ, ജസ്റ്റ് അതിനകത്ത് V2 V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് വോളിയം, ആ പുതിയ കേസിലുണ്ടാവുന്ന വോളിയം അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന വോളിയമാണ് V1ഉം V2. ഇനി അതിൽ നിന്ന് 4/3 ക്യാൻസൽ ചെയ്ത് പോവും, അതുപോലെ തന്നെ പൈ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ കാണാനുള്ളത് ഏതാണ്? r2³ ആണ്. സോ r2³ വിൽ ബി ഈക്വൽ ടു r1³/8 ആണ്. അങ്ങനെയാണെങ്കിൽ r2 is equal to r1/2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, സോ r2 വിൽ ബി ഈക്വൽ ടു r1/2. എന്താണ് അത് മീൻ ചെയ്യുന്നത്? R2 എന്ന് പറഞ്ഞാൽ 1/8 ആയിട്ട് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് ആണ് എന്ത്? R2 എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വലാണ്? ആദ്യം ഉണ്ടായിരുന്ന റേഡിയസിൻ്റെ പകുതിയായിരിക്കും അല്ലേ? അതായത് R2 വിൽ ബി ഈക്വൽ ടു r1/2 എന്നുള്ളതാണ് കിട്ടിയത്. ഇനി നമുക്ക് ടൈമാണ് കാണേണ്ടത്. നമ്മൾ T1 is equal to k ഇൻറ്റു r1² എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ?
ഇനി T1 k ഇൻറ്റു R1 സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ T2 എന്തിന് ഈക്വൽ ആയിരിക്കും? k ഇൻറ്റു R2 സ്ക്വയറിന് ഈക്വൽ ആയിരിക്കില്ലേ? ദെൻ നമുക്ക് R2വിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് കൊടുക്കാം. സോ T2 വിൽ ബി ഈക്വൽ ടു k ഇൻറ്റു R2ന് പകരം R1/2 എന്ന് കൊടുക്കാമല്ലോ, ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടും? അതായത് T2 is equal to k ഇൻറ്റു R1 സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2. അപ്പോൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 1 എന്താണ്? T1 is equal to k ഇൻറ്റു R1 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കി നോക്കൂ. T2 is equal to k ഇൻറ്റു R1 സ്ക്വയറിന് പകരം എന്ത് എഴുതാം? T1 എന്ന് എഴുതാമല്ലോ. അതായത് T1 is equal to k ഇൻറ്റു R1 സ്ക്വയർ എന്നുള്ളതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ k ഇൻറ്റു R1 സ്ക്വയറിന് പകരം T1 എന്ന് എഴുതി ബൈ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. T1ൻ്റെ വാല്യൂ നമുക്കറിയാം 24 hours ആണ്. കാരണം അത് എർത്ത് ഷ്രിങ്ക് ചെയ്യുന്നതിന് മുമ്പുള്ള, അതായത് ഇപ്പോൾ ഒറിജിനലി ഉള്ള ടൈമാണ് അല്ലേ, ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ 24 hours ആണ്. നമുക്ക് കാണുന്നത് എന്താണ്? T2 ആണ്. അതായത് T2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? T1/4ന് ഈക്വൽ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. T1 24 ആണെന്നുണ്ടെങ്കിൽ T2 എന്തായി വരും? 24/4 ആണ്. ബിക്കോസ് T1/4 is equal to 24/4 ആണ്. സോ 6 hours ആയിരിക്കും. അപ്പോൾ എർത്ത് ഇപ്പോഴുള്ള വോളിയത്തിൻ്റെ 1/8 ആയിട്ട് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 hours ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക. കാരണം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. കാരണം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മുതൽ ഗ്രാവിറ്റേഷൻ ആയിരിക്കും, പുതിയ ചാപ്റ്ററിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.